നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു ഷെഡ് അല്ലെങ്കിൽ ചെറിയൊരു പാർക്കിംഗ് സ്പേസാണ്. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമുക്ക് വാഹനം എങ്ങനെ പ്രോപ്പറായിട്ട് കയറ്റാം എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ എതിർ സൈഡിലും രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഭിത്തിയോ മതിലോ എന്തെങ്കിലും ആകാം. ഇതിൻ്റെ അധികം വീതിയില്ല, ജസ്റ്റ് ഒരു കാറിന് കയറാനുള്ള അത്ര ഒരു വീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് വണ്ടി കയറ്റാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ വാഹനം കുറച്ചേറെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും ഫ്രണ്ടിൽ നമ്മൾക്ക് വാഹനം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എൻഡ് ആവുന്ന, അതായത് ആ ഗേറ്റ് സ്റ്റാർട്ട് ആവുന്ന ആ ഒരു പൊസിഷൻ വരെ ആണ് നമ്മൾക്ക് വാഹനം ബാക്കിലോട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വാഹനം നിർത്തുമ്പോൾ ആ ഒരു സ്പോട്ടിൽ വേണം നിർത്തേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാഹനത്തിനകത്ത് കയറി ഇനിയും വാഹനത്തിൻ്റെ റിവേഴ്സ് ഗിയർ ഇടും, ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇനി ഞാൻ വാഹനം പയ്യെ ബാക്കിലോട്ട്, അതായത് റിവേഴ്സ് എടുക്കും. നിങ്ങളിപ്പോൾ പെഡൽസിൻ്റെ വ്യൂ ഞാൻ കാണിക്കാം. ഞാനിവിടെ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നില്ല. ഇത് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് എനിക്ക് ക്ലച്ചും ബ്രേക്കും മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ വാഹനം ബാക്കിലോട്ട് എടുത്തു. പയ്യെ ഞാനിനിയും വാഹനം റിവേഴ്സ് എടുത്തു. ഇനി എത്ര എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആ സി പില്ലറിൻ്റെ അവിടെ ആ ക്വാർട്ടർ കട്ട് ഗ്ലാസ് ഉണ്ട് പാസഞ്ചർ സീറ്റിൻ്റെ അവിടെ റിയറിൽ. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ആ എൻഡ് പൊസിഷൻ, അതായത് എവിടെ വെച്ചാണോ തിരിക്കേണ്ടത് ആ എൻഡ് പൊസിഷൻ എനിക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗം വരെ ഞാൻ റിവേഴ്സ് എടുക്കും. ആ പോയിൻ്റ് ആയതിന് ശേഷം, അതായത് എനിക്കിപ്പോൾ എൻഡ് കാണാൻ പറ്റുന്നുണ്ട് ക്വാർട്ടർ കട്ട് ഗ്ലാസ്സിൽ കൂടെ, ആ പോയിൻ്റ് ആയതിന് ശേഷം എനിക്ക് ഏത് സൈഡിലോട്ടാണോ പോകേണ്ടത് ആ സൈഡിലോട്ട് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കും. എനിക്കിപ്പം ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ഫുൾ ലെഫ്റ്റിലോട്ട് തിരിച്ചു. വീണ്ടും ഞാനിവിടെ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല, ജസ്റ്റ് ക്ലച്ചും ബ്രേക്കും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഫുൾ ലെഫ്റ്റിലോട്ട് തിരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യും. ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വാഹനം ബാക്കിലോട്ട് മൂവ് ആവുന്നുണ്ട്. ഇതൊരു സ്ലോപ്പാണ്, കയറ്റമല്ല, അതുകൊണ്ട് എനിക്ക് ആക്സിലറേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുവരെ. അപ്പോൾ പയ്യെ വാഹനം ബാക്കിലോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ വാഹനത്തിൻ്റെ വെളിയിൽ വാഹനം ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടു. വാഹനത്തിൻ്റെ വെളിയിൽ ഇറക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ വാഹനം ഏത് പൊസിഷനിലാണെന്ന്. അത് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റിയറിംഗ് മൂവ്മെൻറ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു എൻഡ് പോയിൻ്റ്, ആ ഒരു തൂണിൻ്റെ അപ്പുറത്ത് നമ്മുടെ വാഹനം ആയിട്ടുണ്ട്, അതായത് ലെഫ്റ്റ് സൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡ് ചെക്ക് ചെയ്യുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു പില്ലറുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ കാണിക്കാം. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ രീതിയിൽ ബാക്കിലോട്ട് എടുക്കുവാണെങ്കിൽ രണ്ട് സൈഡും ഇനി തട്ടത്തില്ല. അപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു ശകലം, ഒരു സ്വല്പം കൂടെ റിവേഴ്സ് ബാക്കിലോട്ട് എടുക്കും. ബാക്കിലോട്ട് എടുത്തതിന് ശേഷം ഞാൻ സ്റ്റിയറിങ് ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആക്കും. ഇപ്പോൾ ഈ രീതി പോയാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇപ്പം നിങ്ങളുടെ ടയർ ഞാൻ കാണിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഇങ്ങനെ തന്നെ ഞാൻ ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് തട്ടും. അപ്പം ആ ഏത് ഗേറ്റ് ആണോ അല്ലെങ്കിൽ ഷെഡാണോ അതിൽ റിയർ വീൽ എൻ്റർ ആയതിന് ശേഷം നിങ്ങൾ സ്റ്റിയറിങ്ങിനെ സ്ട്രെയിറ്റ് ആക്കുക. ഇപ്പം ഞാൻ വീണ്ടും ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു, വീണ്ടും വാഹനം റിവേഴ്സിലിട്ട് ശകലം ബാക്കിലോട്ട് എടുക്കും. ആ വീല് ഗേറ്റിനകത്ത് ആവുന്നിടം വരെ റിയർ വീൽ, അതായത് ബാക്കിലെ വീല് അകത്തായതിന് ശേഷം ഞാൻ ഈ സ്റ്റിയറിങ് ഫുള്ള് സ്ട്രെയിറ്റ് ആക്കും. ലെഫ്റ്റിലോട്ടായിരുന്നു, ഇപ്പോൾ സ്റ്റിയറിങ് ഫുൾ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇനി എനിക്ക് എത്ര ഉള്ളിലോട്ട് പോകണോ അത്രയും ബാക്കിലോട്ട് എടുക്കും. ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്ട്രെയിറ്റ് പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് ബാക്കിലോട്ട് എടുക്കാം. ഇനി ഞാൻ രണ്ട് സൈഡിലെ മിറർ വ്യൂവും കൂടെ നിങ്ങളെ കാണിക്കാം. മിറർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും സൈഡിലോട്ട് തട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. രണ്ട് സൈഡിലെ മിറർ നമ്മൾക്ക് കാണാം. ഇപ്പം ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത് ആ ഒരു തൂണിനെ, അതായത് ആ പില്ലറിനെ കവർ ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ആ സൈഡ് തട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റേ സൈഡിലെ മിറർ നോക്കുവാണെങ്കിൽ അതിലും നമുക്ക് മനസ്സിലാകാൻ പറ്റും, അതായത് റൈറ്റ് സൈഡ് കവേർഡാണ്, അതായത് മറ്റേ സൈഡ് തട്ടാത്ത രീതിയിലാണ്. റൈറ്റ് സൈഡ് പിന്നെ നമ്മുടെ ഡ്രൈവർ സൈഡ് ആയതുകൊണ്ട് തന്നെ മിറർ റെഫറൻസ് ഇല്ലാതെയും എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ആ പില്ലറിനെ കവറായി, അതുകൊണ്ട് വണ്ടിയുടെ ഇനി ഒരു സൈഡും തട്ടത്തില്ല. മിറർ ക്രോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡും തട്ടാനുള്ള ചാൻസസ് ഇല്ല. ഇനി ഞാൻ ബാക്കിലോട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ബാക്കിലോട്ട് എടുക്കും. പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ഇവിടെ എനിക്ക് ശകലം ആക്സിലറേറ്റർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, കാരണം അവിടെ ചെറിയൊരു കയറ്റം പോലുണ്ട്, ഒരു ചെറിയൊരു പൊക്കം പോലെ കൊടുത്തിട്ടുണ്ട്. പയ്യെ ഞാൻ ക്ലച്ച് റിലീസ് ചെയ്ത് വാഹനം ബാക്കിലോട്ട് എടുത്തു. ഇനിയും അകത്ത് കയറിയതിന് ശേഷം ഞാൻ വാഹനത്തിൻ്റെ പൊസിഷൻ നിങ്ങളെ കാണിക്കാം.
വാഹനത്തിൻ്റെ വെളിയിലിറങ്ങി നമുക്ക് പൊസിഷൻ ഇപ്പോൾ ചെക്ക് ചെയ്യാം, എത്രമാത്രം ഗ്യാപ്പ് ഉണ്ട്, പിന്നെ ഇതിന് ടോട്ടൽ എത്ര വീതിയുണ്ട്. എന്നിവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് നിൽക്കാൻ അത്രയുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡ് കണ്ടു, ബാക്കിലും ഓൾമോസ്റ്റ് ഇത്രയും മതി നമുക്ക്, കാരണം ഡിക്കി ഉറക്കണമെങ്കിൽ അത്രയും ഗ്യാപ്പ് വേണം. ഇനിയും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ഈക്വൽ ഗ്യാപ്പാണ്. അപ്പോൾ ഇത് ഈ കറക്റ്റ് പൊസിഷനാണ് ഇവിടെ കയറ്റേണ്ടത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഏത് ഗേറ്റിനകത്തോ അല്ലെങ്കിൽ ഏത് പാർക്കിങ്ങിനകത്താണോ കയറ്റേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് ക്വാർട്ടർ കട്ട് ഗ്ലാസ് വിസിബിൾ ആവുന്നിടം വരെ ബാക്കിലോട്ട് എടുക്കുക, റിവേഴ്സ് എടുക്കുക. അതിനുശേഷം ആ പോയിൻ്റ് ആയതിന് ശേഷം ഫുൾ സ്റ്റിയറിംഗ്, നമുക്ക് ഏത് സൈഡിലോട്ടാണോ വാഹനം കയറ്റേണ്ടത് ആ സൈഡിലോട്ട് ഫുൾ സ്റ്റിയറിംഗ് നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റിവേഴ്സ് എടുക്കുക. എന്നിട്ട് ആ ഒരു എൻട്രൻസിൽ നമ്മുടെ ബാക്ക് വീല് വാഹനത്തിൻ്റെ ബാക്ക് വീല് കയറിയതിന് ശേഷം സ്റ്റിയറിംഗ് ഫുൾ സ്ട്രെയിറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് രണ്ട് സൈഡിലെ മിററിലും ചെക്ക് ചെയ്യുക, അതായത് രണ്ട് സൈഡിലെ ഭിത്തിയും തൂണും അതിനെ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന്. അത് രണ്ടും ക്രോസ് ആയി കഴിഞ്ഞാൽ പിന്നെ വാഹനം അതിൽ തട്ടത്തില്ല. ആ പൊസിഷനിലായതിനു ശേഷം സ്റ്റിയറിംഗ് ഫുൾ സ്ട്രെയിറ്റ് ആക്കി വേണ്ടത്ര ബാക്കിലോട്ട് എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.